വളം. ചേരിപ്പൊടി കൂട്ടിയിട്ട് മനസ്സൊന്നു കൂട്ടിയിട്ട് ചേരിപ്പൊടി കൂട്ടിയിട്ടൊരു ജൈവവളമുണ്ടാക്കാം. നമുക്കൊരു ജൈവവളമുണ്ടാക്കാം. കുറച്ച് ചേരിപ്പൊടി എടുത്തതിൻ്റെ ശേഷം ഇങ്ങനെ നല്ലോണം കുഴച്ചതിൻ്റെ ശേഷം നമ്മൾ മനസ്സും ശരീരവും നല്ലോണം കണ്ടീഷനാക്കിയിട്ട് കൈ നല്ലോണം മുറുക്ക പിടിക്കാതെ സഞ്ചിയിൽ ഇങ്ങനത്തെ സഞ്ചിയിൽ നമ്മൾ കുറേച്ച ഭാര്യ ഇട്ടിട്ട് ഇതൊരാൾക്ക് കൊടുക്കുന്ന നിൽക്കും നമ്മൾ ഏത് ഒരു ഇത്തിരി നമ്മൾ കൈൻ്റെ അടി ഇത് നിങ്ങൾ കൃഷിക്ക് ഇട്ടോളി എന്നും പറഞ്ഞ് കൊടുത്താൽ അതൊരു പൊരുത്താണ്. നമ്മൾ എന്തും നമ്മൾ കൃഷി ചെയ്യുക, നമ്മൾ എന്ത് സാധനവും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞും ശരീരം അറിഞ്ഞ് ഇത് ഒരു വളമെങ്കിലും ജൈവ വളമാണെങ്കിലും ഇത്തിരിയെ മാണ്ടു അത് ഒരുത്തർക്കും നമ്മൾ കൊടുക്കുമ്പോൾ പൊരുത്തപ്പെട്ടും മനസ്സ് വമ്പിച്ചൊരു അലിഞ്ഞ് കൊടുക്കുന്നെങ്കിൽ ഏത് കൃഷിയും നമുക്ക് അതിഗംഭീരമായി ഉണ്ടാക്കാം. നമുക്ക് എന്താ ഒരു പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരു കൂലി നമുക്ക് കിട്ടിയാൽ ഒരു ബർക്കത്തായി കണക്കാക്കി ₹1 കിട്ടിയാലും ₹2 കിട്ടിയാലും അത് നമ്മളെ കയ്യിലെത്തിയതിൻ്റെ ശേഷം നമ്മളത് മര്യാദയ്ക്ക് ഇത് എനക്കൊരു ബമ്പിച്ചൊരു കിട്ടലാണ് എന്ന് മനസ്സങ്ങ് വിചാരിച്ച് അത് നമ്മൾ ചിലവാക്കുന്ന നമുക്ക് നല്ലൊരു ബർക്കത്തും നല്ലൊരു ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തീർന്ന് എല്ലാവർക്കും എല്ലാ മേഖലയിലും അത് ഡ്രൈവർ പണിയാലും ഏത് പണിയാലും കൃഷിപ്പണിയാലും എന്ത് പണിയാണെങ്കിലും പിന്നെ കൈക്കോട്ട് പണിക്കാർക്കും കൃഷിക്കാർക്കും മരിച്ചയാളും എല്ലാ മേഖലകളിലും പാറ പൊട്ടിക്കുന്നു കിരട് പൊട്ടിക്കുന്നവർക്കും തൂക്കായിരുന്നവർക്കെല്ലാം ചെറിയൊരു മിച്ചം ഒരു പൈസ കിട്ടിയാൽ അത് നമ്മളൊരു ബർക്കത്തായി കണക്കാക്കിയാൽ നമുക്ക് എല്ലാം നല്ല മുന്നോട്ട് എല്ലാ സംഗതി പോകും സാമ്പത്തികമായിട്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം കുഴിച്ചിടുമ്പോൾ എന്ത് സാധനവും നമ്മൾ കുഴിച്ചിടുമ്പോൾ മനസ്സ് നല്ല കണ്ട് കൈക്കൊരു ശക്തി കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു വള്ളിത്തല പിടിച്ച് കെട്ടുന്നെങ്കിൽ കൈക്ക് ഒരിക്കലും നമ്മൾ ശക്തി കൊടുത്തിട്ട് കെട്ടണം. അന്നേരം വള്ളിത്തലേൻ്റെ തണ്ട് ബാടിപ്പോവും. അപ്പോൾ തന്നെ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കൈക്കൊരിക്കലും ടൈറ്റ് കൊടുക്കരുത്. കൈ ഇളതാക്കി പിടിക്കുക. അപ്പോൾ ഇളതാക്കി പിടിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുമോ നമ്മളെ മനസ്സ് വലിയും. കൈമെന്നിങ്ങോട്ടാണ് കൈമെന്നും കാലുമെന്നും ഇങ്ങോട്ടാണ് നമ്മളെ മനസ്സുകളും ശരീരങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ കൈ എപ്പോൾ ഒരു അടച്ചിട്ടിട്ട് ഇതെല്ലാം കെട്ടുമെടുക്കുകയും ചെയ്താലും അതിനനുസരിച്ചുള്ള വർക്കത്തും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ കൈ ഒരിക്കലും ടൈറ്റായിട്ട് പിടിക്കരുത്. എല്ലാം ഇപ്പോൾ ഇങ്ങനെ നിങ്ങളിക്കൽ ഞാൻ ഉറക്ക കുഴക്കുന്നതെന്ന് ഒരിക്കലും ഞാൻ ഉറക്ക കുഴക്കില്ല. ഇത് മെല്ലെ. അതുപോലെ തന്നെ നമ്മൾ കൃഷിസാധനം കുഴിച്ചിടുമ്പോൾ കൈ ഉറക്ക പിടിക്കില്ല. അതുപോലെ തന്നെ കൃഷിക്കാർക്കാണ് എൻ്റെ നേഴ്സറിയിൽ വന്ന് അങ്ങ് കേൾക്കണം. ഞാൻ എന്ത് സാധനം കൊടുത്താൽ അത് നല്ല എനിക്ക് മനസ്സുകൊണ്ടാണ് ഞാൻ കൊടുക്കുക. ഇത് അവർക്ക് കൊടുത്താൽ ഇത് പൊടിക്കണേ ഇത് ഇല്ല നമുക്കൊരു ബുദ്ധിമുട്ടായി. ഞാൻ ചിലയിട്ട് പോയിട്ട് കൊടുക്കുന്നതെന്ന് ചോദിക്കും. നിങ്ങൾ തൈ ഒന്നും പൊടിക്കുമല്ലോ അല്ലെ ആയിക്കില്ല എന്നൊന്നും ചോദിക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വേദനയാളക്കും നമ്മൾ കൃഷി ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ നേഴ്സറിയിൽ വന്നിട്ട് കൃഷിയെല്ലാം കൊടുക്കുമ്പോൾ നമുക്ക് എപ്പോൾ ഒരു രാത്രി ഉറങ്ങുമ്പോൾ ഒരു ഇത് കുറവായിരിക്കും. എന്ത് ഒരു വിഷമത്തോടെ നമ്മൾ രാത്രി ഉറങ്ങുകയും ചെയ്യുക. കാരണം ഇത് കൊടുത്തിട്ട് ഓലിക്ക് ഇത് കൊണ്ടുപോയിട്ട് എങ്ങനെയാണ് കുഴിച്ചിടുന്ന പോലെ എങ്ങനെയാണ് ആക്കിയെടുക്കുന്നത്. നമ്മളിപ്പോൾ കുഴിച്ചിടുമ്പോൾ കുറച്ച് ഇങ്ങനത്തെ വളങ്ങളെല്ലാം നല്ലോണം ചേർത്തിട്ട് ഇത് നമ്മളൊരു പുണ്യമായി കണക്കാക്കുക. ഇതൊരു പുണ്യമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് സംഗതി കൊടുക്കുകയും നമ്മൾ എന്നെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ നേഴ്സറിയിൽ ഉണ്ടാക്കുന്നത്. ഇതൊരു ബമ്പിച്ചൊരു പുണ്യമായിട്ട് ഇതുണ്ടെങ്കിൽ ഈ വളം ഞാൻ ഇപ്പോൾ എന്തെങ്കിലും വള്ളിത്തല കുഴിച്ചിടുമ്പോൾ ദേശം ഇങ്ങനെ അങ്ങ് പാറ്റി ഇതിൽ കുഴിച്ചിട്ടിട്ട് ഇപ്പം മനസ്സ് നല്ല അരിയിക്കും മണ്ണ് നല്ല അത് ഒറ്റ ടൈറ്റിൽ വെക്കുകയും ചെയ്യും. അത് നല്ല തിരുളാക്കി വരും. അങ്ങനെ കൃഷി ചെയ്യുങ്ങൾ. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് മുന്നേറ്റവും ഉന്മേഷവും ഐശ്വര്യവും എല്ലാം വരുന്നത്. എന്ത് സംഗതി അങ്ങനെ നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ഒരു ബന്ധങ്ങളും ഒരു കാര്യങ്ങളുമായിട്ട് എല്ലാ സംഗതികളും മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾ അങ്ങനെ ആക്കിയെടുക്കുകയും ചെയ്ത് നമുക്ക് പ്രപഞ്ചത്തിലും നമ്മളെ ലോകത്ത് തന്നെ എല്ലാ സംഗതികളും നിറവേറ്റി മുന്നോട്ട് പോകാനാണ്. കൃഷിസ്ഥലമാണ് കൃഷിസ്ഥലമാണ് എല്ലാവർക്കും വന്നിടാ ഞാൻ എങ്ങോട്ടും പോകൂല. കൃഷിസ്ഥലമാണ് എല്ലാവർക്കും വന്നിടാ എങ്ങോട്ടും പോകൂല. ഞാൻ എങ്ങോട്ടും പോകൂല. ഇതൊരു ചേമ്പാണ് ഇതൊരു ചേമ്പാണ്. ചേമ്പിൻ തണ്ട് കൊത്തി നമുക്ക് ഉപ്പേരി വെച്ചിടാ. ഇതൊരു ചേമ്പാണ് ചേമ്പിൻ തണ്ടെടുത്ത് നമുക്ക് ഉപ്പേരി വെച്ചിടാ. ആഹാ കൃഷിസ്ഥലമാണ് കൃഷിസ്ഥലമാണ്. കൃഷിപ്പണി ചെയ്യുന്നു ഞാൻ കൃഷിപ്പണി ചെയ്യുന്നു. കൃഷിസ്ഥലമാണ് കൃഷിസ്ഥലമാണ്. കൃഷിപ്പണി ചെയ്യുന്നു ഞാൻ കൃഷിപ്പണി ചെയ്യുന്നു. പെട്ടെന്നൊരു വിളി വന്നാൽ ഞാൻ അങ്ങോട്ട് പോകുമല്ലോ. ഞാൻ അങ്ങോട്ട് പോകുമല്ലോ.
ഞാൻ അങ്ങോട്ട് പോയാലോ നിങ്ങളെ ഒപ്പിച്ച് കാണാമല്ലോ, ഞാൻ അങ്ങോട്ട് പോയാലോ ഉമ്മക്കൊന്നിച്ച് കാണാമല്ലോ, ഒന്നിച്ച് കണ്ടാലോ ഒരു താറ്റ പറയുമല്ലോ, താറ്റ പറയുമല്ലോ നമുക്ക് ഒന്നായിട്ട് കാണാമല്ലോ, പോയി വരട്ടെ ഞാൻ തയ്യൊന്ന് കൊണ്ടാക്കട്ടെ. കാക്കിയ സഞ്ചി നമ്മളിവിടെ വെക്കുക, തേക്കിലാക്കിയ നല്ല കുറ്റിയടുത്തെങ്ങും തൈയാണ് ഇവിടെ ഇപ്പം നിരത്തി വെക്കുന്നത്. അപ്പോൾ ഇതൊരു 3-4 മാസം കൊണ്ട് നല്ല കണ്ടീഷനായി വിളർന്ന് തരുന്ന സാധനമാണ്. നിങ്ങൾ നല്ല കൃഷി ചെയ്യുക, കുറ്റിയടുത്തെങ്ങും തൈ വെച്ചിട്ട് നല്ല കയപ്പ് നേടി ജൈവവളയിൽ ഉപയോഗിച്ച് നല്ല കൃഷി ഉണ്ടാക്കി നല്ല ഉന്മേഷത്തോടും ഉത്സാഹത്തോടും കൂടി ജീവിതത്തിൽ നല്ല മുന്നേറ്റങ്ങൾ നടത്തി നല്ല സന്തോഷമായിരിക്കുക. വൈകുന്നേരം കുളിക്കുകയൊക്കെ ചെയ്ത് നല്ല പയമ്പൊരും ചായലും കുടിച്ച് നല്ല സന്തോഷമായി ഇരുന്നിട്ട് നമുക്ക് അടിപൊളിയാക്കാം. ഓക്കെ.